ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. നമ്മൾ വീണ്ടും മഹാഭാരതത്തിലേക്ക് വരികയാണ്. അത് പറഞ്ഞിട്ടും തീരുന്നില്ല, അല്ലെങ്കിൽ ധാരാളം ഇനിയും പറയാനുണ്ട് എന്നതുകൊണ്ടാണ് വീണ്ടും മഹാഭാരതത്തിലേക്ക് വരുന്നത്. പണ്ടുകാലത്ത് ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ഓരോ ഉദ്ദേശത്തോടു കൂടി ഓരോ പുസ്തകം എഴുതുന്നത്, അതായത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണം. നല്ലതായാലും ചീത്തയായാലും ഭീഷണിയായാലും എന്തായാലും ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് ഓരോ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. മഹാഭാരതം പുസ്തകം എഴുതിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മഹാഭാരത പുസ്തകം എഴുതിയത് ഒരിക്കലും ഈ ഭാരതത്തിൻ്റെ മഹിമകൾ വർണ്ണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ആണ് എന്ന് ഞാൻ കണ്ടെത്തുന്നില്ല. ഞാനിതാണ് കണ്ടെത്തുന്നത്. അത് ക്ഷത്രിയരുടെ ഭാരതം എന്ന രാജ്യം അത് എല്ലാ തരത്തിലും അധമമായിരുന്നു അല്ലെങ്കിൽ വളരെ മോശമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയതെന്നാണ് എൻ്റെ വാദം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം, പരശുരാമൻ്റെ മുൻകോപവും എടുത്തുചാട്ടവും അതുകൊണ്ട് സംഭവിച്ച വംശീയമായ ആ ചേരിതിരിവും അങ്ങനെ ഒരുമിച്ച് പോയ ക്ഷത്രിയരും ബ്രാഹ്മണരും പിന്നെ അടിച്ചു പിരിയലും അത് പിന്നെ വലിയ സംഘർഷത്തിലാവുകയും കൂട്ടക്കൊല കണ്ടാൽ കൊല്ലുന്ന നിലയിലെത്തുകയും അവസാനം BC 720 ക്ഷത്രിയർ പടിഞ്ഞാറൻ മധുര മുതലുള്ള പ്രദേശങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ക്ഷത്രിയ ഭാരതം ഉണ്ടാക്കുകയും ചെയ്തതായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോഴത്തേക്ക് ആ ക്ഷത്രിയ ഭാരതത്തിൽ ബ്രാഹ്മണർക്ക് യാതൊരു അവസരവും ഇല്ലായിരുന്നു, ജോലി ചെയ്യാൻ അവസരമില്ലായിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്നിനും ഇവർ വിളിക്കാതെയായി. ബ്രാഹ്മണർ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവർ ക്ഷത്രിയ ബ്രാഹ്മണർ എന്ന് പറഞ്ഞൊരു പുതിയ വിഭാഗത്തെ ഉണ്ടാക്കി ഇതുപോലെ ഈ പൗരോഹിത്യ ജോലികളെല്ലാം പഠിപ്പിക്കുകയും അങ്ങനെ ബ്രാഹ്മണർ തൊഴിലില്ലാതെയാവുകയും അതുകൂടാതെ തന്നെ പഞ്ചവിംശ എന്ന് പറഞ്ഞ ഒരു സിവിൽ കോഡ് ഉണ്ടാക്കി ബ്രാഹ്മണരെ തരം താഴ്ത്തുകയൊക്കെ ചെയ്തു ഭാരതത്തിൽ. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ബ്രാഹ്മണർക്ക് അതോടുകൂടി കൂടുതൽ പകയാവുകയും അവർ ഈ ഭാരതം തകർക്കാൻ ശ്രമിക്കുകയും ഭാരതം അവസാനം തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 185 ആദ്യത്തെ ബ്രാഹ്മണ രാജാവ് പുഷ്യമിത്രശുംഗൻ രാജാവായതോടുകൂടി ഈ ഭാരതം തകർക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്ഷത്രിയർ ഈ വളരെ കുറച്ച് കാലം മാത്രമേ ഭാരതം എന്ന അവരുടെ സ്വന്തം രാഷ്ട്രം നിലനിന്നിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ അവരെ കഠിനാധ്വാനം കൊണ്ട് ഈ ഭാരതം എന്ന ദേശം കാർഷികമായിട്ട് വളരെ പുരോഗതി പ്രാപിക്കുകയും മറുവശത്ത് അവർ സാഹിത്യങ്ങൾ എഴുതുകയും മോറൽ സ്റ്റോറികൾ എഴുതുകയും ആദ്യമായിട്ട് ഈ അവതാര കഥകളൊക്കെ എഴുതുക. അവരുടെ കുലദൈവം ശിവനായിരുന്നു. ആ ശിവനെക്കുറിച്ചുള്ള അവതാര കഥകളൊക്കെ എഴുതുക. അങ്ങനെ സാഹിത്യത്തിലും കൃഷിയിലും ഒക്കെ വളരെ ഉന്നത നിലയിൽ അവരെത്തുകയും അതേസമയം ബ്രാഹ്മണരുടെ സ്വന്തം ദേശമായിട്ടുള്ള ആര്യാവർത്തം വളരെ പിന്നോക്കമായി പോവുകയും അവിടെ സാഹിത്യമോ അല്ലെങ്കിൽ കലകളോ സാഹിത്യമോ അല്ലെങ്കിൽ ഇതുപോലെ കാർഷിക പുരോഗതി ഒന്നും ഉണ്ടാകാതെ അത് പിന്നോട്ടടിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഇവർക്ക് പകയായി എങ്ങനെയെങ്കിലും ഈ ഭാരതം നശിപ്പിക്കണം എന്നതായിരുന്നു. അപ്പോൾ ഈ മഹാഭാരതം എന്ന് പറയുന്ന പുസ്തകം ഭാരതത്തിൻ്റെ മേന്ന് പറയുന്നതല്ല, ഭാരതം നശിപ്പിച്ചതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി അത് കൊട്ടിഘോഷിക്കുന്ന പുസ്തകമാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പം ഈ ക്ഷത്രിയരുടെ സാഹിത്യത്തിൻ്റെ ഔന്നത്യം ഇതൊക്കെ ബ്രാഹ്മണരെ ഒത്തിരി ചൊടിപ്പിച്ചായിരുന്നു. ഭാരതം തകർക്കുക എന്നതായിരുന്നു ഒരു ആത്യന്തിക ലക്ഷ്യമായിരുന്നു. അങ്ങനെ 185 BC 185 ബൃഹദ്രഥ മൗര്യയെ കൊന്നിട്ട് സേനാപതിയായ പുഷ്യമിത്രശുംഗൻ രാജാവാകുകയാണ്. ശുംഗ ഡൈനാസ്റ്റി ഉണ്ടാക്കുകയാണ്. അത് നമുക്കറിയാം, ചരിത്രത്തിൽ കാര്യം അറിയാം. അപ്പോൾ ഏത് തരത്തിൽ എന്തെങ്കിലും ചെയ്താലും അവസാനം വിജയം ബ്രാഹ്മണർക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത് പിന്നെ കൊട്ടിഘോഷിക്കുന്ന പരിപാടിയുണ്ട്. അതാണ് ഈ പുരാണങ്ങൾ ഇത്രയധികം എഴുതി പുരാണങ്ങളൊക്കെ എഴുതാൻ കാരണം. ഏത് തരത്തിൽ വിജയിച്ചാലും അത് ചതി, വഞ്ചന അല്ലെങ്കിൽ പിടിച്ചുപറി അല്ലെങ്കിൽ അട്ടിമറി നടത്തി എങ്ങനെ വിജയിച്ചാലും അവസാനം ബ്രാഹ്മണർ വിജയിക്കുമെന്നുള്ളത് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ഈ പുരാണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തി അല്ലെങ്കിൽ മർഡറൊക്കെ ചെയ്തിട്ട് അവർ വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് പറയുന്നത് എപ്പോഴാണ് ഏറ്റവും നല്ല മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ ബ്രാഹ്മണനെ പറ്റുള്ളൂ, ഏറ്റവും നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റാതെ ബ്രാഹ്മണനെ പറ്റുള്ളൂ, ഏറ്റവും നന്നായി ഭരിക്കാൻ അറിയണം അത് ബ്രാഹ്മണനെ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും മികച്ചത് അത് എപ്പോഴും ബ്രാഹ്മണനായിരിക്കണം, ബ്രാഹ്മണന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു വയ്ക്കാൻ വേണ്ടിയാണ് മഹാഭാരതം എഴുതിയത്. മഹാഭാരതം നമുക്കറിയത് ഭാരതം ആരുടെയായിരുന്നു? ഭാരതം ക്ഷത്രിയരുടെ ആയിരുന്നു. അപ്പോൾ ക്ഷത്രിയർ ബ്രാഹ്മണരുടെ യാതൊരു തരത്തിലുള്ള സേവനങ്ങളും സ്വീകരിച്ചിരുന്നില്ല. അതായത് ഒരു കുട്ടി ജനിക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണം അല്ലെങ്കിൽ കുട്ടിയുടെ പേര് ഇടിയിലോ അല്ലെങ്കിൽ രാജാവിൻ്റെ കിരീടധാരണമോ അല്ലെങ്കിൽ മറ്റേ കല്യാണമോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പരിപാടിയായാലും അതിനുള്ള പുരോഹിത വേലകൾ, ആ പൗരോഹിത്യ വേലകളെല്ലാം നടത്തിയിരുന്നത് പണ്ട് ബ്രാഹ്മണരായിരുന്നു. എന്നാൽ ഭാരതത്തിൽ ബ്രാഹ്മണർക്ക് അങ്ങനെയുള്ള ഒരു അവസരവും കൊടുത്തില്ല. അതൊക്കെ ചെയ്യാനായിട്ട് ഈ ക്ഷത്രിയർ തന്നെ ഒരു വിഭാഗം ആൾക്കാരെ, ക്ഷത്രിയ ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരെ അവർ ഉണ്ടാക്കിയെടുക്കുക ചെയ്തതാണ്. അങ്ങനെ ക്ഷത്രിയർക്ക് ഈ ഇത് കാരണം ബ്രാഹ്മണർക്ക് അവിടെ ജോലിയേ ഇല്ലാതായി. നമുക്കറിയാം
നമുക്കറിയാം മഹാഭാരതത്തിൽ ഈ ദുര്യോധനെ കൊണ്ട് പല ഡയലോഗുകൾ പറയിപ്പിക്കുന്നുണ്ട്. സൂചി കുത്താൻ ഇടം കൊടുക്കില്ല, സൂചി കുത്താൻ ഇടം കൊടുക്കില്ല. അതിൻ്റെ പിന്നിലുള്ള ഡയലോഗ് ഇതാണ്: ഈ ബ്രാഹ്മണരെ ഒരു തരത്തിലും ഉള്ള ജോലിക്കും ഇവർ വിളിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഒരു ജോലിക്കും ബ്രാഹ്മണരുടെ ഒരു തരത്തിലും പൂജയോ യാഗമോ യജ്ഞമോ ഒന്നും ചെയ്യാനായിട്ട് ഭാരതത്തിൽ ഒരു അവസരമില്ലായിരുന്നു, ആരും വിളിക്കത്തില്ലായിരുന്നു. അതാണ് ആ സൂചി കുത്താൻ ഇട കൊടുക്കില്ല, സൂചി കുത്താൻ ഇട കൊടുക്കില്ല എന്ന് ഈ ദുര്യോധനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതാണ്. ദുര്യോധനൊന്നും ജീവിച്ചിരുന്ന ആളല്ല, അങ്ങനെ കഥാപാത്രങ്ങൾ പറയിപ്പിക്കുകയാണ്. ആ പറയിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇതാണ്: ഭാരതത്തിൽ ബ്രാഹ്മണർക്ക് യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് ഈ പക കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഈ വിജയം പിടിച്ചു പറിച്ചിട്ട് അതൊക്കെ വീരഗാഥയെ എഴുതി പിടിപ്പിക്കുന്ന ഒരു പരിപാടി ബ്രാഹ്മണർക്കുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു വരുന്ന ഒരു പരിപാടി ബ്രാഹ്മണർക്കുണ്ട്. നമുക്കറിയാം മഹാബലിയുടെ കാര്യത്തിലൊക്കെയാണ് ഇത് തന്നെയാണ്. അപ്പം ഇത്രയും പുരാണങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. മഹാഭാരതത്തിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം ക്ഷത്രിയരുടെ തന്നെ സാഹിത്യം ഭാരതം എടുത്ത് അവർക്കെതിരെ ക്ഷത്രിയരെ അവഹേളിക്കാൻ അത് മഹാഭാരതമാക്കി മാറ്റി തിരുത്തി എഴുതുകയാണ് ഉണ്ടായത്. ഭാരതം എഴുതിയത് ഇത് ക്ഷത്രിയരുടെയാണ്, വിശ്വാമിത്രൻ്റെയാണ് ഭാരതം. ആ രണ്ട് കഥ ക്ലബ് ചെയ്താണ് അത് എഴുതിയത്. ശിവൻ്റെ അവതാരങ്ങളായ ബലരാമൻ്റെയും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും കഥകൾ, രണ്ട് കഥകളാണ്. ആ രണ്ട് കഥകളും ക്ലബ് ചെയ്താണ് ഭാരതം എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇവർ മഹാഭാരതം അങ്ങനെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ക്ഷത്രിയ ഭാരതത്തെ അവഹേളിക്കാൻ വേണ്ടി തന്നെയാണ് ഈ മഹാഭാരതം എഴുതിയിരിക്കുന്നത്. ക്ഷത്രിയ ഭാരതത്തെയും അവരുടെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തെയും എന്നുവേണ്ട അവരുടെ സകലതിനെയും അവഹേളിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മഹാഭാരതം എന്ന പുസ്തകം എഴുതി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഈ ആദ്യത്തെ കഥ, ക്ലബ് ചെയ്തതിൽ ആദ്യത്തെ കഥ ബലരാമൻ്റെ കഥയാണ്. ആരാണ് ഈ ബലരാമൻ? ബലരാമനെക്കുറിച്ച് വിശ്വാമിത്രൻ എഴുതിയിരിക്കുന്നത് ബലരാമൻ ഒരു ചരിത്ര പുരുഷനല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ്. അതായത് ഈ ശിവൻ്റെ രണ്ടാമത്തെ അവതാരമാണത്. കൃഷിക്കാരുടെ രാജാവുമായിരുന്നു ഈ ബലരാമൻ. അദ്ദേഹം അതുപോലെ തന്നെ ഒരു മല്ലയുദ്ധ വീരനുമായിരുന്നു. അപ്പോൾ കൃഷിയെയും കൃഷിക്കാരെയും സംരക്ഷിക്കുന്ന ധർമ്മമായിരുന്നു ബലരാമൻ്റെ ധർമ്മം. ധാരാളം കാലത്ത് ഈ കഥകളിൽ പറയുന്ന ധാരാളം രാക്ഷസന്മാർ, ഈ കൃഷി ചെയ്യാനായിട്ട് ആൾക്കാരെല്ലാം അവരുടെ പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്കും ധാരാളം രാക്ഷസന്മാർ അതിനടുത്തുള്ള കാടുകളിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. കാടുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് പിടിച്ച് തിന്നുക. അതുപോലെ അവിടെ ജോലി ചെയ്യാൻ കൊണ്ടുവരുന്ന മൃഗങ്ങൾ, പോത്തായാലും കാളയായാലും അതിനെയൊക്കെ പിടിച്ച് കൊല്ലുക, തിന്നുക, കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുക. ഇതൊക്കെ ഇങ്ങനെ ധാരാളം ദുഷ്പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് കൃഷിക്കാർക്ക് അവരുടെ വയലുകളിലേക്ക് പോകാൻ ഭയമായിരുന്നു. കാരണം കൊണ്ടറിയാൻ എല്ലായിടും കാടുണ്ട്. കാടിൻ്റെയൊക്കെ ഈ ഓരോ വയലിൻ്റെയും പ്രദേശത്തിൻ്റെ അതിർത്തിയൊക്കെ കാടായിരിക്കും. അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ രാഷ്ട്രം കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക, കൂട്ടമായിട്ട് ഇറങ്ങി വരിക, ഇവരെല്ലാം കൊല്ലുക, തിന്നുക. അപ്പം അങ്ങനെ സ്വന്തം വയലേലകളിൽ പണി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവരെയൊക്കെ സംരക്ഷിക്കുന്ന പണിയായിരുന്നു ഈ രാജാവായിരുന്ന ബലരാമൻ്റെ പണി. ബലരാമൻ ഗതായുദ്ധ വീരനായിരുന്നു. അദ്ദേഹം ഗത എടുത്തുകൊണ്ട് പോകും. അദ്ദേഹം ഇതുപോലെ രാക്ഷസന്മാരെ ധാരാളം 100 കണക്കിന് രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കൊന്ന് ഈ കൃഷി സംരക്ഷിക്കുക, കൃഷിക്കാരെ സംരക്ഷിക്കുക, ആ ധർമ്മമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ചെയ്തു. അങ്ങനെ ഒട്ടുമുക്കാലും ഈ രാക്ഷസന്മാരെ എല്ലാം കൊന്നു തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ ഒരു ശപഥം എടുത്തു. ഇനി രാക്ഷസന്മാരൊന്നും ഇല്ലയെന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു ശപഥം എടുത്തു: ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെ ആരുമായിട്ട് ദണ്ഡയുദ്ധം ചെയ്യത്തില്ല, ഞാൻ യുദ്ധമൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഗതയൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇനി രാജഭരണം, അതായത് ഇനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിക്കാരനായിട്ട് തന്നെ ജീവിക്കും. അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്ന പരിപാടിയൊന്നുമല്ല. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി രാവിലെ കലപ്പയൊക്കെ എടുത്തുകൊണ്ട് പോയി അദ്ദേഹം കൃഷിക്കാരുടെ കൂടെ ജോലി ചെയ്യാൻ വന്നു. അപ്പം ഇനി ഇവരുടെ ശല്യമൊന്നുമില്ല, രാക്ഷസന്മാരുടെ ശല്യമൊന്നുമില്ല. അദ്ദേഹം അതുപോലെ കൃഷിക്കാരനായിട്ട് ഇരിക്കും. അപ്പം ശപഥം ചെയ്തു, ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന്. അങ്ങനെ ഇരിക്കുകയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു നീണ്ട കാലയളവിന് ശേഷം ഒരു പ്രതിവാസുദേവൻ എന്ന് പറഞ്ഞൊരു വലിയ രാക്ഷസൻ വരുന്നത്. അത് ഇതുവരെ കണ്ട രാക്ഷസന്മാരുടെ കൂട്ടല്ല, അതിനേക്കാളെല്ലാം ഭീകരനായ ഭയങ്കര ഒരു രാക്ഷസൻ പ്രതിവാസുദേവൻ. ഈ പ്രതിവാസുദേവൻ എന്ന് പറഞ്ഞ രാക്ഷസൻ വന്ന് ആൾക്കാരെ, പണ്ടത്തെ രാക്ഷസന്മാർ 100 രാക്ഷസന്മാർ ചെയ്യുന്ന പരിപാടി പുള്ളി ഒറ്റയ്ക്ക് ചെയ്യും. അങ്ങനെ എല്ലാവരെയും ശല്യം ചെയ്യുന്നു, ആൾക്കാരുടെ കന്നുകാലികളെല്ലാം തിന്നുന്നു, കൊല്ലുന്നു, ആൾക്കാരെ കൊല്ലുന്നു, എല്ലാവരെയും അടിച്ചവശരാക്കുന്നു, ആൾക്കാരെല്ലാം ഓടിപ്പോകുന്നു, കൃഷി നശിപ്പിക്കുന്നു. ഇങ്ങനെ ഭയങ്കര ഇതായപ്പോഴത്തേക്കും ആൾക്കാർക്ക് സ്വന്തം വീടുകളിൽ പോലും ജീവിക്കാൻ പറ്റുക. ഇത് വയലിൽ മാത്രമല്ല, ഈ കൃഷിക്കാർ താമസിക്കുന്ന ആ സ്ഥലത്തും വരുന്നു, അവരെ ശല്യം ചെയ്തു. അങ്ങനെ ഒരു രാക്ഷസനായിരുന്നു പ്രതിവാസുദേവൻ. അങ്ങനെയപ്പോഴത്തേക്കും അദ്ദേഹം ഈ ജനങ്ങളെല്ലാം കൂടി സ്വന്തം വീടുമെല്ലാം വിട്ടിട്ട് അവരെ ഈ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ താമസിക്കുക. അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ ഇവിടെയും കൊട്ടാരത്തിലും പറമ്പിലെല്ലാം ആൾക്കാർ താമസിക്കുക. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല, ഞങ്ങൾ അവിടെ ചെന്ന് രാക്ഷസ ഓരോ ദിവസവും തിന്നും കൊല്ലും, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ബലരാമൻ്റെ കൊട്ടാരത്തിനകത്തും കൊട്ടാരത്തിന് വെളിയിലും പറമ്പിലും ഒക്കെ ആയിട്ട് താമസിക്കും. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ബലരാമൻ അദ്ദേഹത്തിൻ്റെ ശപഥം, പണ്ട് ചെയ്ത ശപഥം മുടക്കുകയാണ്. അതായത് വീണ്ടും ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു.
അദ്ദേഹം പ്രതിവാസുദേവനുമായിട്ട് ഇതുപോലെ തന്നെ കൃഷിസ്ഥലത്ത് തന്നെ യുദ്ധം ചെയ്യുകയാണ്, ഒരു വലിയ ഘോര യുദ്ധം. ആ യുദ്ധത്തിന് അവസാനം ഇത് പ്രതിവാസുദേവനെ ഇദ്ദേഹം നമ്മുടെ ബലരാമൻ വധിക്കുകയാണ്. അതോടുകൂടി എല്ലാ രാക്ഷസന്മാരുടെയും ശല്യം ഒഴിഞ്ഞു വീണ്ടും അദ്ദേഹം ഇത് കൃഷിയിലേക്ക് തിരികെയും കൃഷിക്കാരുടെ ക്ഷേമം അല്ലെങ്കിൽ കൃഷിക്കാർക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്ന ആ കർമ്മം അദ്ദേഹം നിറവേറ്റി. അങ്ങനെ ആ കഥ അതോടുകൂടി അങ്ങ് തീരുവാണ്. അപ്പം അങ്ങനെയപ്പോഴത്തെ അദ്ദേഹം കൊന്ന രാക്ഷസൻ്റെ പേര് പ്രതിവാസുദേവൻ എന്നാണ്. നമുക്കറിയാം, വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരുടെ ഒരു വലിയ ഒരാളാണ്. അതായത് ഒരു വിഷ്ണുവായിരുന്നു. ഒരു കാലത്ത് വിഷ്ണുപദം അലങ്കരിച്ചിരുന്ന ഒരാളായിരുന്നു ഈ ഒരു വാസുദേവൻ. അങ്ങനെ ഒരു കാലത്ത് വിഷ്ണുപദം ധാരാളം ആൾക്കാരുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തയാൾ. അങ്ങനെ ഈ വാസുദേവൻ എന്ന് പറഞ്ഞ വിഷ്ണു ഒരു കാലത്ത് അദ്ദേഹം ഇതുപോലെ പല അടിപിടി കേസുകളും പലതിലൊക്കെ പോകും. അങ്ങനെ അദ്ദേഹം എന്തോ അവിചാരിതമായ ചില കാരണങ്ങളെ പുള്ളി മരിച്ചു പോകുമായിരുന്നു. പല സംഘടനകളും പുള്ളി ചെന്നപ്പെട്ട വാസുദേവന് അജ്ഞാതമായ ചില കാരണത്തിൽ പുള്ളി മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ആരെ കൊന്നതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇതുപോലെ ഇദ്ദേഹം ഈ കഥ എഴുതുന്നത്. ആ കഥ എഴുതുന്നത് പ്രതിവാസുദേവൻ തന്നെയാണ് അതിലെ വില്ലൻ ആയിട്ട് വരുന്നതും ഹീറോ ആയിട്ട് വരുന്നതും നമ്മുടെ ഈ ബലരാമനാണ്. അപ്പോൾ പ്രതിവാസുദേവനെ വില്ലനായിട്ട് ചിത്രീകരിച്ച് ഈ കഥ എഴുതിയത്, വിശ്വാമിത്രൻ കഥ എഴുതിയത് മനഃപൂർവ്വം ആണെന്ന് ഈ ബ്രാഹ്മണരങ്ങ് ആരോപിച്ചു. അല്ലെങ്കിൽ അവരുടെ പണ്ടത്തെ ഒരു വിഷ്ണുവായിരുന്നു. ആ വിഷ്ണു മരിച്ച ഏത് കാരണത്താൽ അറിയില്ല, അജ്ഞാതമായ കാരണത്താൽ അദ്ദേഹം മരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇവരായിരിക്കും കൊന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കഥ എഴുതിയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ മനഃപൂർവ്വം ഇതിനകത്ത് കഥാപാത്രമാക്കിയത് മനഃപൂർവ്വം ആണെന്ന് ഇവരാരോപിച്ചു, ബ്രാഹ്മണരാരോപിച്ചു. അത് ഇവർക്ക് പക ആളിക്കെത്താൻ ഒരു കാരണമായി. അപ്പം ഇനി അടുത്ത കഥ നോക്കാം. അടുത്ത കഥ, രണ്ട് കഥ ക്ലബ് ചെയ്താണ് ഭാരതം എഴുതിയിരുന്ന് പറഞ്ഞ വിശ്വാമിത്രൻ. അതിൽ അടുത്ത കഥ കൃഷ്ണൻ്റെ കഥയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ കഥ ഇങ്ങനെയാണ് വരുന്നത്. അദ്ദേഹം ഈ പടിഞ്ഞാറൻ മധുര മുതലാണ് ഭാരതം തുടങ്ങുന്നത്. പടിഞ്ഞാറൻ മധുര, ഹരിയാന, പഞ്ചാബ്, സിന്ധ്, ഹിമാചൽ പ്രദേശ്, അപ്പോൾ ആ പ്രദേശം ഇന്നത്തെ പാകിസ്ഥാനിൽ ഉള്ള പ്രദേശം, ആ പ്രദേശം എല്ലാം കൂടിയാണ് ഇവർ ഈ ഭാരതം ഉണ്ടാക്കിയത്. അപ്പം അത് ആര്യാവർത്തത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നത്. അപ്പോൾ ആ വെസ്റ്റേൺ മധുരയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ള ആ വെസ്റ്റേൺ മധുരയിലാണ് നമ്മുടെ ഈ കൃഷ്ണൻ്റെ രാജ്യം അവിടെയാണ്. അവിടെ അദ്ദേഹമായിരുന്നു അവിടുത്തെ രാജാവ്. അപ്പം യമുന ഒഴുകി വരുന്നത് അവിടുന്ന് കിഴക്കുന്ന ഒഴുകി വരുന്നത്. ആ കിഴക്ക് വടക്കുന്ന യമുന ഒഴുകി വരുമ്പോഴത്തേക്കും ആര്യാവർത്തത്തെ കൂടിയാണ് ഒഴുകി വരുന്നത്. അങ്ങനെ ഒഴുകി വരുന്ന ഈ യമുന ഈ ഇദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ഈ പ്രദേശത്തൂടെ മധുരയിലൂടെ ഒഴുകി വേണം അവിടെ വെള്ളം എത്താനായിട്ട്. അവിടെ അപ്പോഴത്തേക്കും ഈ ആര്യാവർത്തത്തെ ജരാസന്ധൻ എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു. ജരാസന്ധൻ എന്ത് ചെയ്യും, ഈ മധുരയിലേക്ക് വരുന്ന വെള്ളം അദ്ദേഹം മട കെട്ടി അല്ലെങ്കിൽ കെട്ടി കെട്ടി അദ്ദേഹം ആ വെള്ളം അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വിടും. അപ്പോഴത്തേക്ക് ഈ യമുനയിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ യമുനയിലൂടെ വരുള്ളൂ. ആ വെള്ളം ഈ കൃഷ്ണൻ്റെ രാജ്യത്ത് ആവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള ആവശ്യത്തിന് അവിടെ കുടിക്കാനുള്ള ഇനഫായിട്ടുള്ള വെള്ളം അവിടെ കിട്ടത്തില്ല. അങ്ങനെ അപ്പോൾ കൃഷികളൊക്കെ നശിക്കുന്നു. കൃഷി ചെയ്യാൻ വെള്ളമില്ല, ആൾക്കാർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഈ യമുന എന്ന് പറഞ്ഞ ഒറ്റ സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ സോഴ്സിൽ കൂടെ വരുന്ന വെള്ളം ജരാസന്ധൻ ആര്യാവർത്തത്തിലേക്ക് തിരിച്ചുവിട്ട് അവരുടെ കൃഷി നന്നായിട്ട് നടത്തുകയാണ് അവർ. പല പ്രാവശ്യം കൃഷ്ണൻ നന്നായിട്ട് വളരെ സരസമായിട്ടും നയചാതുര്യത്തോടെയൊക്കെ പുള്ളി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിലും അതൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ചിലവാകും. പക്ഷേ ഈ ജരാസന്ധൻ്റെ അടുത്ത് നടക്കില്ലായിരുന്നു. കാരണം ജരാസന്ധനോട് എത്ര പ്രാവശ്യം നന്നായിട്ട് സംസാരിച്ചിട്ട് ജരാസന്ധൻ കേൾക്കത്തില്ല. ജരാസന്ധനായിട്ട് പല പ്രാവശ്യമായിട്ട് സംഘടന നടന്നിട്ടുണ്ട്, എന്നിട്ടും അയാൾ കേൾക്കത്തില്ല. അയാൾ ഈ വെള്ളം വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ഇവരെ കഷ്ടപ്പെടുത്തുകയാണ്. അപ്പോഴത്തേക്കും ഈ മധുരയിലെ ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ടു. കൃഷ്ണൻ്റെ അടുത്ത് വന്ന് പല പ്രാവശ്യം പറഞ്ഞു. കൃഷ്ണനും പല പ്രാവശ്യം ജരാസന്ധനുമായിട്ട് വഴക്കുണ്ടാക്കി, പറഞ്ഞു, സംസാരിച്ചു, നല്ല രീതിയിൽ സംസാരിച്ചു, ഇതെല്ലാം ഉണ്ടാക്കിയെങ്കിലും വെള്ളം വിട്ടുകൊടുക്കുക. അവസാനം ഒരു രക്ഷയില്ല, കൃഷ്ണനെ കൊണ്ട് ഈ പരിപാടി പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ വെള്ളം വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയപ്പോഴത്തേക്കും കൃഷ്ണന് മനസ്സിലായി ഇനി ഒരു രക്ഷയില്ല, ഒരു വലിയ യുദ്ധം തന്നെ നടന്നു. അപ്പോൾ വലിയ യുദ്ധം, പുള്ളി വലിയ യുദ്ധവീരനൊന്നുമല്ല കൃഷ്ണൻ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന തരത്തിലുള്ള കൃഷ്ണനല്ല വിശ്വാമിത്രൻ്റെ കൃഷ്ണൻ ആദ്യമാണ്. അദ്ദേഹം അന്നേരം ഹസ്തനപുരിയിൽ കുറച്ച് കുട്ടികൾ വളർന്നുണ്ട്, ചേട്ടൻ്റെ അനിയനും കുട്ടികൾ. അവർ നല്ല യുദ്ധവീരന്മാരാണ്. അതായത് എല്ലാ തരത്തിലുള്ള ശസ്ത്രവിദ്യകൾ അവർക്കറിയാം. അങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ ആ കുട്ടികളെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ മിടുക്കന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് ഹസ്തിനപുരി ചെന്നു. കൃഷ്ണൻ ചെല്ലുന്നു. കൃഷ്ണൻ അവിടെ ചെന്നിട്ട്
ഇതുപോലെ ഈ കുട്ടികളെയും കൊണ്ട് യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകാനായിട്ട്, അപ്പോൾ അവരുടെ നല്ല ബന്ധത്തിലാണ് അവരും ഇത് ക്ഷത്രിയർ തന്നെയാണ്. അപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ തമ്മിൽ ചില സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആദ്യത്തെ മധുരയിലെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വന്നിട്ട് ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു തരാം എന്നൊക്കെ പറഞ്ഞു. അവർ സന്തോഷത്തോടുകൂടി ഈ മക്കളെ പറഞ്ഞയക്കുന്നു. ഈ മക്കൾ ഇവിടെ വരുന്നു. മക്കൾ ഇവിടെ വരുന്ന ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം ചെയ്യുന്നു. ഈ മക്കൾ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. അവരവരുടെ ഓരോരുത്തരും അസ്ത്രവിദ്യയിലും ഗദായുദ്ധത്തിലും വാൾപ്പയറ്റിലൊക്കെ അവർ വളരെ മികച്ചവരായിരുന്നു. അവർ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ വിജയിക്കുന്നു. അങ്ങനെ ജരാസന്ധനെ കൊല്ലുകയും അങ്ങനെ കൃഷ്ണൻ ഈ യുദ്ധത്തിൽ ജയിക്കുകയും അങ്ങനെ അവിടുന്ന് വെള്ളം വീണ്ടെടുക്കണം. യമുനയിലെ വെള്ളം മുഴുവനും മടയെല്ലാം കെട്ടിയിരുന്നെല്ലാം തുറന്നു വിട്ട് ആ വെള്ളം യഥാർത്ഥത്തിൽ ഒഴുകേണ്ട രീതിയിൽ തന്നെ യമുനയിലൂടെ ഒഴുകുകയും അങ്ങനെ യമുനയിലെ വെള്ളം മധുരയിൽ വന്ന് മധുരയിലെ കൃഷിസ്ഥലങ്ങളെല്ലാം ധാരാളം വെള്ളം കിട്ടുകയും അങ്ങനെ കൃഷിയെല്ലാം നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ മധുരയിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. കൃഷിയൊക്കെ നന്നായിട്ട് നടക്കുന്നു. എല്ലാവർക്കും വെള്ളം കുടിക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല. അതെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ വീണ്ടും ഹസ്തിനപുരത്തിലെത്തുകയാണ്. അങ്ങനെ ഹസ്തിനപുരത്തിലെത്തിയ കൃഷ്ണൻ അവിടെ വന്നിട്ട് ഈ സ്വത്ത് തർക്കം പറഞ്ഞ് തീർക്കുന്നു. ചേട്ടൻ്റെ എൻ്റെ മക്കളുമായിട്ടുള്ള സ്വത്തർക്കം പറഞ്ഞു തീർക്കുന്നു. അവർ ചേട്ടൻ്റെ ആൾക്കാർക്ക് ഹസ്തിനപുരം ഭാഗം കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് അവിടെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലം കൊടുക്കുന്നു. അങ്ങനെ ആ സ്വത്ത് വീതിച്ച് രണ്ടുപേർക്ക് കൊടുക്കുകയും രണ്ടുപേരും രണ്ട് രാജ്യത്തെ രാജാക്കന്മാരാവുകയും അങ്ങനെ ഒരു ശുഭപര്യവസാനിയായിട്ടുള്ള ഒരു കഥയായിട്ട് അത് ആ കഥ അങ്ങ് തീരുകയാണ്. അങ്ങനെയാണ് കൃഷ്ണൻ്റെ കഥ. അല്ലാതെ കൃഷ്ണൻ്റെ കഥയ്ക്കകത്ത് വേറെ യാതൊരു ഇതൊന്നുമില്ല. അത്രയേ ഉള്ളൂ. അതാണ് ഈ കഥയാണ്. ഈ രണ്ട് കഥ ക്ലബ് ചെയ്താണ് വിശ്വാമിത്ര ഭാരതം എഴുതിയത്. അപ്പോൾ ഇവിടെ ഈ ക്ഷത്രിയനായ കൃഷ്ണൻ ഹസ്തിനപുരത്തെ രാജകുമാരന്മാരും യുദ്ധത്തിൽ തോൽപ്പിച്ചത് ആര്യാവർത്തത്തിലെ രാജാവായ ജരാസന്ധനെയാണ്. അത് മനഃപൂർവ്വമാണ് അങ്ങനെ എഴുതി. ആര്യാവർത്തത്തിലെ ബ്രാഹ്മണനായ രാജാവായ ഈ ജരാസന്ധനെ തോൽപ്പിച്ചു എന്നൊരു കഥ എഴുതിയ മനഃപൂർവ്വമാണ്. അത് ഇവർ ക്ഷത്രിയർ ഇങ്ങനെ കഥ പോലെ ഞങ്ങളെ അവഹേളിക്കാൻ വേണ്ടി കഥ എഴുതിയതാണ് എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പോൾ അതും പക ഉണ്ടാക്കാനായിട്ട് വളരെ കാര്യമായി, വളരെയധികം പകയുണ്ടാക്കാനായിട്ട് കാരണമായി. അങ്ങനെ ഈ രണ്ട് ഇങ്ങനത്തെയുള്ള പല ഇത് മാത്രമുള്ള മറ്റ് പല കാരണങ്ങളും ഈ പകയ്ക്ക് ആക്കം കൂട്ടി. മാത്രം ഇവർ രണ്ടാം തരം പൗരന്മാരാക്കി, അവരെ ജോലിക്ക് വിളിക്കുന്നില്ല. അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് പകരം ക്ഷത്രിയ ബ്രാഹ്മണന്മാരെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ക്ഷത്രിയ ബ്രാഹ്മണന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാക്കി. അവരാണ് ഈ കാര്യങ്ങൾ പൗരോഹിത്യ ജോലികളെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായ സാമൂഹിക വ്യവസ്ഥകളിൽ ആകെപ്പാടെ മാറ്റം വരുത്തി. ഇതെല്ലാം ഈ പകയ്ക്ക് കാരണമായി. അങ്ങനെയാണ് ഈ പുസ്തകം ഇവർ പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ എടുത്തിട്ട് ആ പുസ്തകത്തിലെ കഥയെല്ലാം വളച്ച് തിരിച്ച് ഉണ്ടാക്കി. ആ പുസ്തകം അവരെ തന്നെ അവഹേളിക്കുന്ന, അതായത് അവരുടെ സ്വന്തം സാഹിത്യം ഉപയോഗിച്ച് അവരെ തന്നെ അവഹേളിക്കുന്ന കഥയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് ക്ഷത്രിയരുടെ ഭാരതത്തെ മഹാഭാരതമാക്കി മാറ്റി ക്ഷത്രിയരെ തന്നെ അവഹേളിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ് മഹാഭാരതം. അല്ലാതെ ഭാരതത്തിൻ്റെ മഹിമ വർണ്ണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ മറ്റു നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എഴുതിയ കഥയൊന്നുമില്ല. ഇത് അവഹേളനം തന്നെയാണ്. അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സും ഇപ്പം പറഞ്ഞ ഇത്തരം പല ഫാക്ടേഴ്സും ഒക്കെ മനസ്സിൽ പകയായിട്ട് നീരപ്പൊഴിഞ്ഞാണ് BC 185 പുഷ്യമിത്ര ശുംഗൻ രാജാവായതിനു ശേഷം ഈ ക്ഷത്രിയരെ തല്ലി ഓടിക്കുകയും ക്ഷത്രിയരുടെ സാഹിത്യങ്ങൾ പിടിച്ചടക്കുകയും ശേഷം ക്ഷത്രിയരെ ഉന്മൂലനം ചെയ്യുക. അന്ന് ഉന്മൂലനം ചെയ്തു. പക്ഷേ ധാരാളം ആൾക്കാർ അവിടെ നിന്നെല്ലാം ഓടിപ്പോയി. ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ പല ഭാഗത്തേക്ക് അവർ ഓടിപ്പോവുകയും അവരവിടെ എല്ലാം ചെന്നിട്ട് പല നീചമായ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ജോലികളെല്ലാം ചെയ്യുകയും. അപ്പോൾ അവരുടെ രാജ്യം പോയി, സംസ്കാരം പോയി, അവരുടെ സാഹിത്യം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെച്ചപ്പം ഇവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ ആ തരത്തിലാക്കിയവർ അവർക്ക് പുസ്തകം ഇവർ എഴുതിയത് എന്തിനാണ്? ബ്രാഹ്മണരെക്കാൾ ആര്യാവർത്തത്തെക്കാൾ എല്ലാ തരത്തിലും ഹീനമാണ് അല്ലെങ്കിൽ മോശമായിരുന്ന ഭാരത സംസ്കാരം, ഭരണം, വ്യക്തികൾ എന്ന് കാണിക്കാനാണ് മഹാഭാരതം ഇവർ രചിച്ചത്. അപ്പോൾ നമുക്കറിയാം മഹാഭാരതത്തിൻ്റെ ക്ഷത്രിയകുലത്തിൻ്റെ ആരംഭത്തിൻ്റെ വഴികൾ വരച്ച് കാണിക്കുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കും. ഭാരതത്തിൽ ഭാരതം ഏറ്റവും മോശമായിരുന്നവർ കാണിക്കാമെന്നും അപ്പോൾ അവരുടെ ആ കുലം അല്ല ഉത്ഭവം, ആ കുലത്തിൻ്റെ ഉത്ഭവം തന്നെ എങ്ങനെയാണെന്ന് നോക്കാം. സത്യവതി ആരായിരുന്നു? നേരത്തെ തന്നെ വഴി പഴിച്ചുള്ള ആരായിട്ട്? പരാശരനുമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ശന്തനുമായിട്ട് കല്യാണം കഴിച്ച് ഹസ്തിനപുരിയിലെത്തുന്നത്. അങ്ങനെ വിവാഹം നടത്തുന്നു, ഹസ്തിനപുരിയിലെത്തി. അപ്പോഴത്തേക്കും ബ്രാഹ്മണ സുഹൃതം അവർക്കില്ല, ഉണ്ടാവില്ല. കാരണം അവർ ക്ഷത്രിയരാണല്ലോ, ബ്രാഹ്മണരുടെ ശത്രുക്കളുമാണ്. അങ്ങനെ ബ്രാഹ്മണ സുഹൃതം പോലെ ഒരു സുഹൃതം ഇല്ലാത്തതുകൊണ്ട് ഈ ശന്തനുവിനും സത്യവതിക്കും ഉണ്ടായ പുത്രന്മാരെങ്ങനെയാണ്? അവരെല്ലാം രോഗികളായ അകാലത്തിൽ മരിക്കുകയാണ് അവർ ചെയ്യുന്നത്.
അപ്പം സുഹൃതമില്ലാത്തതുകൊണ്ടാണ്, ബ്രാഹ്മണ സുഹൃതം ഇല്ലാത്തത് കൊണ്ടാണെന്ന് വായനക്കാരെ നമ്മൾ ധരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഉണ്ടായത്. അവർ ക്ഷത്രിയരാണ്, അവർക്കൊരിക്കലും ബ്രാഹ്മണ സുഹൃതം കിട്ടുന്നില്ല. അവർ ക്ഷത്രിയർ ബ്രാഹ്മണരുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ബ്രാഹ്മണ സുഹൃതം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിപഴിച്ചവൾ രാജധാനിയിൽ വന്ന് കയറുകയും അവളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് 2 പുത്രന്മാരുണ്ടാകുകയും ആ പുത്രന്മാർ തന്നെ അവർ മക്കളില്ലാതെ അല്ലെങ്കിൽ അകാലത്ത് മരിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ അവരുടെ ഭാര്യമാർക്ക് വരുന്നുണ്ട്, ഇവർ അകാലത്ത് മരിച്ചുപോയി, മക്കളില്ല. അത് സുഹൃതക്ഷയമാണ്. ആ ഭാര്യമാരോ അംബിക, അതുപോലെ മെയ്ഡ് അംബാലിക അവരുണ്ട്. അപ്പോൾ അവരെ പ്രാപിക്കാൻ അങ്ങനെയാണ് ഈ അമ്പയ്ക്ക് അവരെ പ്രാപിക്കാനായിട്ട് വേറൊരാൾ വരുന്നു, ഒരു ബ്രാഹ്മണൻ വരുന്നു, അവർ കൃഷ്ണദീപായനം വരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് മക്കളുണ്ടാകുന്നു. ആ കൃഷ്ണദീപായനെ കണ്ട വിരൂപനാണ്. അതുകൊണ്ട് അമ്പയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അമ്പ കണ്ണടച്ചു. അതുകൊണ്ട് ഒരു കണ്ണുപൊട്ടനായിട്ട് മകനുണ്ടായി. അതാണ് ധൃതരാഷ്ട്രർ. അംബികയാണെങ്കിലോ അംബയ്ക്കും ഇഷ്ടപ്പെട്ടില്ല അയാളെ. അതുകൊണ്ട് അയാൾ പാണ്ഡുരോഗമുള്ള പാണ്ഡുകൊണ്ടായി. അപ്പം എന്നാൽ ഈ അംബാലിയയ്ക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വിതുരർ എന്ന പുത്രൻ ഉണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥ വരുന്നത്. അപ്പോൾ ഈ കഥകളെല്ലാം അവരുടെ ആ ജെനിസിസ് അതിനെ കാണിക്കുക. ആ ജെനിസിസ് നേരെ ചെറിയുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലുണ്ടാകുന്ന പോലെയോ ഒരു ബ്രാഹ്മണ രാജധാനിയിൽ ഉണ്ടാകുന്ന പോലെയോ ഒന്നല്ല ഇവർക്ക് പുത്രന്മാരുണ്ടായ. എല്ലാം ഇങ്ങനെ വിചിത്രമായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികെട്ട തരത്തിലും അല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന തരത്തിലുള്ളതാണ്. പാണ്ഡുരോഗം പിടിച്ചവൻ, കണ്ണ് പോട്ടൻ, ഇങ്ങനെയൊക്കെയാണ്. ഇനി ഈ ഈ അമ്പയ്ക്കുണ്ടായ മകൻ്റെ പേര് തന്നെ വളരെ രസകരമാണ്. അത് സർപ്പസത്വത്തിൽ ഒരു പാമ്പിൻ്റെ പേരാണ് അദ്ദേഹത്തിന് ഇട്ട് കൊടുത്തത്. എന്തിനാണ് ഇങ്ങനെ പേരിട്ട് കൊടുത്തത്? അതായത് ഇവന്മാരെല്ലാം നീചന്മാരാണെന്ന് കാണിക്കണം. ഇതൊന്നും യഥാർത്ഥത്തിൽ നടന്നതോ അല്ലോ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നെയോ കഥാപാത്രങ്ങളായാൽ പോലും ഇവരൊക്കെ നീചന്മാരാണ്, അല്ലെങ്കിൽ ഈ ക്ഷത്രിയരെ നീചന്മാരായിരുന്നു എല്ലാ തരത്തിലും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെറും ഒരു സർപ്പസത്രത്തിലെ ഒരു പാമ്പിൻ്റെ പേരായ ധൃതരാഷ്ട്രർ എന്ന പേര് ഈ മൂത്ത മകനിട്ട് കൊടുത്തത്, ഈ കണ്ണുപൊട്ടനായി മൂത്ത മകനിട്ട് കൊടുത്തത്. അതാണ് ധൃതരാഷ്ട്രർ. ഇനി ത്വക്രോഗം ബാധിച്ചവൻ, അറപ്പുളവാക്കുന്നവൻ എന്ന രീതിയിൽ ഉള്ള പേരാണ് പാണ്ഡു. അത് അവന് മറ്റേ മകന് കൊടുത്തു. ഇനി അതിലൊക്കെ രസം പറയല്ലേ, ഈ 2 പേരും ഷണ്ടന്മാരാണ്. അവർക്ക് മക്കളെ ഉണ്ടാകില്ല, 2 പേരും ഷണ്ടന്മാരാണ്. അപ്പം അങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് വളരാതെ കൂടത്തിൽ വളർന്ന് വലുതായ കൗരവർ. അതാണ് കൗരവർക്ക് 101 പുത്രന്മാർ, 101 മക്കൾ. അത് ഗർഭപാത്രത്തിൽ നിന്ന്. അതെല്ലാം വളരെ വിചിത്രമായിട്ടാണ് ഉള്ളതാണ്. ഇനി പാണ്ഡുവിൻ്റെ മക്കളെ ബ്രാഹ്മണർക്ക് വിലയ്ക്ക് വാങ്ങണം. ഇന്നല്ലെങ്കിൽ നാളെ വിലയ്ക്ക് വാങ്ങണമായിരുന്നു. അവരെ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ഈ പാണ്ഡുവിൻ്റെ മക്കളെ ഇതുപോലെ തന്നെ ഉള്ളതാണ്. ഇതുപോലെ പാണ്ഡു പിടിച്ചവൻ്റെ മക്കൾ അല്ലെങ്കിൽ അറപ്പുളവാക്കുന്നതിൻ്റെ മക്കളാണെങ്കിൽ പോലും ഇവർക്ക് പിന്നീട് വേണം, അല്ലെങ്കിൽ ഇവരിലൂടെ തന്നെയാണ് കഥ പറയുന്നത്. അവരുടെ ആ മികച്ച അഭ്യാസ പാഠങ്ങളിലൂടെയാണ് കഥ പറയുന്നത്. അതുകൊണ്ട് അവരെ ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് വിലയ്ക്ക് വാങ്ങണം, ഭാവിയിൽ വിലയ്ക്ക് വാങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുന്തിയെ ബ്രാഹ്മണരുടെ കൂടെ ശയിപ്പിച്ച് അവരെ ബ്രാഹ്മണ മക്കളാക്കി മാറ്റി. ക്ഷത്രിയരാണ്, പക്ഷെ അവരെ കൺവേർട്ട് ചെയ്യാനുള്ള മാർഗം, കൺവേർഷൻ, അതല്ലേ മതപരിവർത്തനം നടത്താനായിട്ട് കുന്തിയെ ബ്രാഹ്മണരുടെ കൂടെ ശയിപ്പിച്ച് ബ്രാഹ്മണ മക്കളെ ഉണ്ടാക്കി. അവർ ബ്രാഹ്മണന് മാത്രമേ നല്ല മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ എന്നതുകൊണ്ട് ബ്രാഹ്മണരുടെ കൂടെ ശയിപ്പിക്കുന്നു, ബ്രാഹ്മണ മക്കളുണ്ടാക്കി. അതാണ് പാണ്ഡുവിൻ്റെ ഈ 5 മക്കൾ. അങ്ങനെ ബ്രാഹ്മണ ടച്ചുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഇവിടെ വംശീയതയുടെ വഴിപിരിയൽ ഒരു പ്രധാന പോയിന്റിൽ എത്തി നിൽക്കുകയാണ് ഈ കഥയിൽ. ഇവിടെ അപ്പോൾ കൗരവരുടെ 101 മക്കൾ വളരുന്നത് അങ്ങനെ ഒരു ഭാഗമായിട്ട് മാറ്റി അത് ക്ഷത്രിയരായിട്ടും പാണ്ഡവരുടെ 5 മക്കളെ ബ്രാഹ്മണരുടെ മക്കളാക്കി മാറ്റിയിട്ട് ഇവർ ബ്രാഹ്മണരുമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ കൗരവരും പാണ്ഡവരും, യഥാർത്ഥത്തിൽ ഇത് കൗരവരും പാണ്ഡവരും അല്ല, യഥാർത്ഥത്തിൽ ഇത് ക്ഷത്രിയരും വൈഷ്ണവരുമാണ്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ക്ഷത്രിയരെയും വൈശ്യവരെയും ക്ഷത്രിയരെയും വൈഷ്ണവരെയും ഇവർ കൗരവരെന്നും പാണ്ഡവരെന്നും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആക്ച്വലി ഇത് ഈ കൗരവരെന്ന് പറയുന്നത് ക്ഷത്രിയരും പാണ്ഡവരെന്ന് പറയുന്നത് വൈഷ്ണവരുമാണ്. അതാണ് ഈ 2 ശത്രുക്കളാണ്. ഈ 2 ശത്രുക്കളെയാണ് അവർ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അപ്പം മഹാഭാരതത്തിൽ ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ സാഹിത്യ രചനയോടെ നടന്നിരിക്കുന്നത് ഭാരതത്തിൻ്റേത് അസന്മാർഗികമായ സംസ്കാരമാണെന്ന്. സാധാരണ വീട്ടുകളിലോ കുടുംബങ്ങളിലോ രാജധാനിയിലൊന്നും ഉണ്ടാകുന്ന കുട്ടികളുണ്ടാകുന്ന തരത്തിലുള്ള ഇവരെ കുട്ടികളുണ്ടായതെല്ലാം തന്നെ ഇതുപോലെ അറപ്പുളവാക്കുന്നതും മറ്റ് പല തരത്തിലാണ്. അപ്പം അസന്മാർഗിക മാർഗത്തിലൂടെയാണ് ഈ കുട്ടികളെല്ലാം ഇവർക്കുണ്ടായിരിക്കുന്നത്. ആർക്ക്? ഈ കൗരവർക്ക്. അതുപോലെ ഭാരത സ്ത്രീത്വം അതിനെ തലമുറകളിലൂടെ സുഹൃതക്ഷയം സംഭവിച്ചിട്ട് വ്യഭിചാര സംസ്കാരത്തിലൂടെ അവരുണ്ടാക്കിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ കൂടെ പാർത്തും ഇടന്നുറങ്ങിയും ശയിച്ചുമൊക്കെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ നേരെ ചൊവ്വയുള്ള ഒരു
ജന്മമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സുഹൃതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജെനിസിസ് ഇതൊന്നും അവരുടെ ഈ കഥയ്ക്കകത്തില്ല. ഇതെല്ലാം കാണിക്കുന്നത് ഇവരുടെ ജെനിസിസ് തന്നെ വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ ക്ഷത്രിയരുടെ കുലം തന്നെ വളരെ മോശമായിരുന്നു, എല്ലാ തരത്തിൽ അസമമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള സാഹിത്യരചന ഇവർ നടത്തിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഇനി ഇവർ ഈ പിള്ളേർക്കൊക്കെ കൊടുത്ത പേരുകൾ കേട്ടാലോ വളരെ രസം. ഏതെങ്കിലും രാജധാനി, ഇത് പണ്ഡിതരും പുരോഹിതരും ഉപദേശകരും ധാരാളം എന്ന് സങ്കല്പിക്കുന്ന കുരു രാജധാനിയിലേക്ക് വെച്ച് ഒന്ന് അറിയുക. അപ്പം അവിടെ ജന്മം കൊണ്ട ഈ പിള്ളേർക്കൊക്കെ എത്ര 100 പിള്ളേരുണ്ട്. ആ പിള്ളേർക്കൊക്കെ എങ്ങനത്തെ പേര് കൊടുക്കുമായിരുന്നു? രാജധാനി ഉണ്ടാകുന്ന പിള്ളേർ അവർ ഈ ഭാവിയിൽ ആരാകുമെന്നോ അല്ലെങ്കിൽ എന്താകുമെന്നോ ഒന്നും അറിയില്ല. അവർക്ക് എല്ലാവരും നല്ല പേരിലേ കൊടുക്കുള്ളൂ, ഏറ്റവും നല്ല പേരുകളെ കൊടുക്കുള്ളൂ, അല്ലേ? വിവേകാനന്ദൻ എന്നൊക്കെയുള്ള പേര്. അത് അതിന് ശേഷം കൊലപാതകയോ അല്ലെങ്കിൽ കള്ളനൊക്കെ ആയി പോകുമെങ്കിലും ജന്മം കൊണ്ട് ആ സമയത്ത് കൊടുക്കുന്ന പേര് നല്ല നല്ല പേരുകൾ എല്ലാവരും കൊടുക്കുള്ളൂ. എന്നാൽ ഇവിടെ ഈ മഹാഭാരത കർത്താക്കൾ കൊടുക്കുന്ന പേരുകൾ കേട്ടാൽ വളരെ രസമാണ്. ദുര്യോധനൻ, അതായത് അവൻ്റെ ധനം ദുര്യോഗമാണ്. ദുസ്സഹൻ, ദുർധർഷൻ, ദുർമർഷണൻ, ദുഷ്കർണൻ, ദുർവിഹാഹൻ, ദുരാധരൻ, ദുർശേഖർ, ദുർമാഷൻ, ദുർദർശന, ദുർവിരോചനൻ, ദുശാസനൻ, ദുശലൻ, ദുഷ്പ്രദർശനൻ, ദുർമുഖൻ, ദുർമദൻ, ദുർവിമോചൻ, ദുർമദ്, ദുർവിഘ്ന, വികടബാഹു, ദുർധരൻ, ദുഷ്പ്രദർശൻ. അതായത് ഇങ്ങനെ എല്ലാം ഇതിനെ ഏറ്റവും മോശമായ പേരുകളാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം ഏറ്റവും മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പേരുകൾ ഇട്ടത് പണ്ഡിതരോ പുരോഹിതരോ ഉപദേശകരോ അല്ലെങ്കിൽ കുരുരാജധാനിയിലെ ആൾക്കാരെല്ലാം ഇട്ടത്. ഈ പേരുകളൊക്കെ ഇട്ടത് ഇത് മഹാഭാരത കർത്താക്കളായ ബ്രാഹ്മണരാണ്. കാരണം ഇവരെ ഏറ്റവും മോശമായിട്ട് അധപതിച്ച വർഗമായിട്ട്, അധപതിച്ച ഒരു സമുദായമായിട്ട് ഇവർക്ക് ചിത്രീകരിക്കണം. അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി ഈ മഹാഭാരത കർത്താക്കൾ മനഃപൂർവ്വം ഇട്ട പേരുകളാണ് ഈ കുട്ടികളുടെ ഇത്തരം പേരുകൾ. ഇങ്ങനെയല്ല, എങ്ങനെ പേരുകളെന്ന് പോവുകയാണ് ഓരോ പേരുകളും. ഇത്തരം പേരെ പറയുന്നുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു റോയൽ ഫാമിലിയിൽ കുട്ടികൾ കിടന്ന പേരുകളാണ് ഇതൊക്കെ? അല്ല, ഏറ്റവും മോശമായിട്ട്, ഏറ്റവും ഒരു താഴ്ന്ന കുടുംബത്തിൽ പോലും ഉള്ള ഒരു മാതാപിതാക്കൾ പോലും അവരുടെ മക്കൾക്ക് ഇത്തരം പേരുകൾ ഒരിക്കലും ഇടുന്നില്ല. അപ്പോൾ ഈ പേരുകളിട്ട മഹാഭാരത കർത്താക്കളായ ബ്രാഹ്മണരാണ്. അപ്പോൾ ഭാരതവും അവിടുത്തെ ക്ഷത്രിയ രാജവംശങ്ങളുമൊക്കെ അധമന്മാരായിരുന്നു എന്ന് കാണിക്കുകയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. വേറെ ഒന്നുമല്ല, വേറെ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. അപ്പം ക്ഷത്രിയ ഭാരതത്തിലെ ബ്രാഹ്മണരുടെ യാതൊരു സേവനങ്ങളും സ്വീകരിച്ചിരുന്നില്ല, അത് നമുക്കറിയാം. അതിനാൽ ക്ഷത്രിയ രാജധാനിയിൽ നമ്മൾ ധർമ്മം ഉപദേശിക്കാൻ ബ്രാഹ്മണരില്ലാതെ അധർമ്മമാണ് നടന്നത്. നമുക്കറിയാം, ഇവർ ക്ഷത്രിയ ഭാരതത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ ഒരു സേവനവും ഇവർ സ്വീകരിച്ചിരുന്നില്ല. അതായത് ഒരു ക്ഷത്രിയ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ആൾക്കാരെ ഇവർ ഉണ്ടാക്കിയെടുത്ത് പൂജകൾക്കും വിധികൾക്കും യാഗയജ്ഞം നടത്താനും എന്നുവേണ്ട സകല ഇതിനും അവർ ഈ ക്ഷത്രിയ ബ്രാഹ്മണരാണ്. അപ്പോൾ ഈ ബ്രാഹ്മണരെ ഇവർ ഒരു കാര്യത്തിലും ഇവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാശിക്കാണ് ഇവർ പറയുന്നത്, ബ്രാഹ്മണരെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണരായ ഉപദേശകരില്ലാത്തതുകൊണ്ട്, ബ്രാഹ്മണരായ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട്, ബ്രാഹ്മണരായ അഡ്വൈസേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെ അവരുടെ സാന്നിധ്യം, ബ്രാഹ്മണരുടെ സാന്നിധ്യം കുരുരാജധാനിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുരുരാജധാനിയിൽ പല കാര്യങ്ങളും നടന്നത്. എന്തൊക്കെയാണെന്നത്? അവിടെ നടന്നൊക്കെ അധർമ്മമാണ്. എന്തൊക്കെ നടന്നു? രാജാവ് അവിടെ ഇരിക്കുമ്പോൾ തന്നെ രജസ്വലയായ സ്ത്രീയുടെ വസ്ത്രാക്ഷേപം നടന്നു. അത് ബ്രാഹ്മണരില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കത്തില്ലായിരുന്നു, അല്ലേ? കള്ളച്ചൂത് കളി രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് കള്ളച്ചൂത് കളിക്കുന്നത്. ആരുമായിട്ട്? പാണ്ഡവരും കൗരവരുമായിട്ട്. അതെന്തുകൊണ്ട് നടന്നു? അത് ബ്രാഹ്മണർ ഉപദേശിക്കാനില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ആ കള്ളച്ചൂത് കളി അത് മൊത്തം ചതിയായിരുന്നു. അപ്പോൾ മറ്റു പലതരത്തിലും അവിടെ നമുക്കറിയാം, കഥയിൽ മഹാഭാരത ധാരാളം ചതിയും വഞ്ചനയും നടത്തുന്നുണ്ട്. ആര് നടത്തുന്നത്? കൗരവർ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൗരവരെ കൊണ്ട് അതൊക്കെ നടത്തിയത്? കാരണം കൗരവരെന്ന് പറയുന്നത് ഇവർ ക്ഷത്രിയരായിരുന്നു. ആ ക്ഷത്രിയർ അങ്ങനെയൊക്കെ ചെയ്യും, ബ്രാഹ്മണരുടെ സഹായം ഇല്ലാതെ ക്ഷത്രിയർ തനതായിട്ട് ഇന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചതി, വഞ്ചന, അതുപോലെ ഭാര്യയെ പണയമായിട്ട് സ്വീകരിക്കുക. ഭാര്യയെ പണയം വെച്ചവനെ അല്ല കുറ്റം പറയും അവർ, ഭാര്യയെ പണമായിട്ട് സ്വീകരിക്കുന്ന, അല്ല നീ ഭാര്യയെ പണയം വെക്കൂ എന്ന് അങ്ങോട്ട് പറയുന്നു. അതുകൊണ്ട് ആ ഭാര്യയെ പണയമായിട്ട് ഇവർ കൊടുത്താൽ അത് സ്വീകരിക്കാനിരിക്കുന്ന ക്ഷത്രിയർ. അപ്പോൾ അവർക്ക് ക്ഷത്രിയരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഭാര്യയെ പണയമായിട്ട് സ്വീകരിക്കുക, അതുപോലെ നാട് കടത്തുക, വനവാസത്തിന് വേണ്ടി നടത്തുക, അജ്ഞാതവാസം, അപ്പോഴും കൊലപാതക ശ്രമങ്ങൾ നടത്തുക, അതുപോലെ അവർ താമസിക്കുന്ന സ്ഥലത്തിന് അവർക്ക് താമസിക്കാൻ വേണ്ടി അരക്കില്ലം പണിത് കൊടുക്കുക, ആ അരക്കില്ലം രാത്രി പോയി ചുടുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക, അതുപോലെ തട്ടിക്കൊണ്ട് പോയി നടത്തുക, അധിക്ഷേപിക്കുക പലപ്പോഴും, അതുപോലെ അസഹിഷ്ണുതയോടുകൂടി സംസാരിക്കുക, അതുപോലെ കൊടും ക്രൂരത, അത് മദ്യം കുടിപ്പിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കുക. ഇങ്ങനെയെല്ലാം ഇവർ ചെയ്തതെല്ലാം
ചെയ്യാൻ കാരണം എന്തുവാണ്? ബ്രാഹ്മണർ അവരെ ഉപദേശിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, നേർവഴി നടത്താൻ ബ്രാഹ്മണരില്ലാത്തതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇവരത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു വയ്ക്കുകയാണ്. ബ്രാഹ്മണരില്ലാത്തതുകൊണ്ടാണ് ക്ഷത്രിയർ ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്ഷത്രിയർ എന്ന് പറയുന്നത് അധമന്മാരാണ്. ബ്രാഹ്മണ സഹായമില്ലാതെ ആർക്കും നല്ല രീതിയിൽ ഭരിക്കാനോ നല്ല രീതിയിൽ ധർമ്മം പരിപാലിക്കാനോ കഴിയില്ല എന്ന് നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ്. ക്ഷത്രിയ കുലത്തിൽ അല്ലെങ്കിൽ കൗരവരുടെ കുലത്തിൽ ബ്രാഹ്മണരില്ലായിരുന്നു. അത് പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു രാജധാനി ഇതെല്ലാം അവർ നടത്തി കാണിച്ചത്. അല്ലാതെ അവരങ്ങനെ സ്വയം ചെയ്തതല്ല. ബ്രാഹ്മണില്ലാത്തതുകൊണ്ട് അങ്ങനെ നടക്കുള്ളൂ എന്ന് നമ്മളോട് പറയാൻ വേണ്ടിയായിരുന്നു. അപ്പം നമുക്കറിയാം, ക്ഷത്രിയരെ വെറുക്കണം. നമ്മൾ വായനക്കാരെ ക്ഷത്രിയരെ വെറുക്കണം. ബ്രാഹ്മണർക്ക് സിമ്പതി നേടിയെടുക്കാനുമാണ് ഈ മഹാഭാരതം എഴുതിയെടുത്തത്. ആത്യന്തികമായ ഉദ്ദേശം. അപ്പം കൺമുന്നിൽ ഓരോ ദുരന്തങ്ങൾ നടക്കുമ്പോഴും നമുക്കറിയാം, മഹാരഥന്മാരായ പല ആൾക്കാരും വായും പൂട്ടിയിരിപ്പുണ്ടായിരുന്നു. ഭീഷ്മർ, വിതുരർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, അവർക്ക് വലിയ പണ്ഡിതരുമല്ല, വലിയ ധർമ്മം അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് എന്തുകൊണ്ടാണ് വായടച്ചിരുന്നത്? അവരെ വായടപ്പിക്കുമായിരുന്നു. ആര് വായടപ്പിക്കുമായിരുന്നു? മഹാഭാരത കർത്താക്കൾ അവരുടെ വായടപ്പിക്കുമായിരുന്നു, നിങ്ങൾ മിണ്ടായിരിക്കാൻ പറഞ്ഞുകൊണ്ട്. അല്ല, അവർക്ക് അങ്ങനെയാണ് അവരെല്ലാം മിണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും പിതാമഹനായിട്ടുള്ള ഭീഷ്മ മകൻ പറഞ്ഞില്ലേ, എണീറ്റ് പോടാ വിടുന്നു എന്ന് പറയത്തില്ലായിരുന്നു. അത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെ അങ്ങനെ പറയാൻ അനുവദിച്ചില്ല. ആരനുവദിച്ചില്ല? ബ്രാഹ്മണ്യം അനുവദിച്ചില്ല. അതുകൊണ്ട് അവർ മിണ്ടായിരുന്നു. അതുപോലെ വിതുരർ എത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹം രാജാവിനോട് പറഞ്ഞിട്ട് ഇവരെല്ലാം ഇവിടുന്ന് അടിച്ചിറക്കാൻ പറഞ്ഞില്ലേ, എൻ്റെ രാജധാനി ഇരുന്നിട്ട് ചൂത് കളിക്കാനോ കള്ളച്ചൂത് കളിക്കാനോ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ വസ്ത്രം അടിക്കാനൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല, എല്ലാവരും അടിച്ചിറക്കാൻ പറയാണ്. രാജു ചെയ്യത്തില്ലായിരുന്നു. രാജു ചെയ്യുമെന്ന്. പിന്നെ എന്തുകൊണ്ട് ചെയ്യിച്ചില്ല? ബ്രാഹ്മണർ ചെയ്യിച്ചില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണ്യം ചെയ്യിച്ചില്ല. കാരണം അവരെ അധമന്മാരായിട്ട് ഈ മഹാഭാരതത്തിൽ ചിത്രീകരിക്കണമായിരുന്നു, അല്ലെങ്കിൽ വായനക്കാർക്ക് മുമ്പിൽ അവരെ അവതരിപ്പിക്കണമായിരുന്നു. അതായത് തങ്ങൾ അവരെ നശിപ്പിച്ചത് എല്ലാം കൊണ്ടും നല്ലതാണ് എന്ന് നമുക്ക് തോന്നണമായിരുന്നു. കൗരവരെ നശിപ്പിച്ചത്, പാണ്ഡവരെ കൗരവരെ നശിപ്പിച്ചത് എല്ലാ തരത്തിലും ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് വായനക്കാരന്, അടുത്ത തലമുറയ്ക്ക് ജനങ്ങൾക്ക് തോന്നണം എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ക്ഷത്രിയരെ ബ്രാഹ്മണരെ നിഗ്രഹിച്ചത്, ക്ഷത്രിയരുടെ ഉന്മൂലനം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഉന്മൂലനം ബ്രാഹ്മണരിവിടെ നടത്തിയത് അത് എല്ലാം കൊണ്ടും നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നണമെന്ന് അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പം ഈ ക്ഷത്രിയകുലത്തിൻ്റെ സർവനാശമായിരുന്നു കൃഷ്ണൻ്റെ ലക്ഷ്യവും. അല്ലെ, കൃഷ്ണൻ യാതൊരു ലക്ഷ്യമില്ലാതെ ഫലേച്ഛയില്ലാതെ അല്ല വന്നത്. അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് ഭൂമിയിൽ വന്നത് ഫലേച്ഛയോടുകൂടി തന്നെയാണ്. അർജുനോട് അദ്ദേഹം പറയുന്നു ഫലേച്ഛയില്ലാതെ കാര്യങ്ങളാണ് നടത്തുന്നത്. നമ്മളോടൊക്കെ ഉപദേശിക്കുന്നത്, ഗീത ഉപദേശിക്കുന്നത് അങ്ങനെയാണ് അല്ലേ, ഫല ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നതാണ്. പക്ഷേ യുദ്ധം ഫലം ഇച്ഛിച്ച് തന്നെയാണ് കൃഷ്ണൻ യുദ്ധഭൂമിയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ഫലം എന്തായിരുന്നു? പുള്ളി എന്തിച്ഛിച്ചാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഇച്ഛിച്ച ക്ഷത്രിയകുലത്തിൻ്റെ സർവനാശം, അല്ലെങ്കിൽ കൗരവരുടെ സർവനാശം, ഉന്മൂലനമായിരുന്നു പുള്ളിയുടെ ഫലേച്ഛ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മളോട് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുമെന്ന് നമ്മളോട് പറയുന്നത്. അപ്പം ഫലം ഇച്ഛിക്കാതല്ലേ കൃഷ്ണൻ യുദ്ധഭൂമിയിലെത്തിയത്, ഫലം ഇച്ഛിച്ച് തന്നെയാണ് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇച്ഛ ഇതായിരുന്നു, കൗരവരുടെ ഉന്മൂലനം, അല്ലെങ്കിൽ ക്ഷത്രിയകുലത്തിൻ്റെ ഉന്മൂലനം, ഭാരതത്തിൽ നിന്ന് ഉന്മൂലനം, അതുപോലെ ഭാരതത്തിൻ്റെ ഉന്മൂലനം. ഇതാണ് ബ്രാഹ്മണരിവിടെ നടത്തിയെടുത്തത്. ആ പുസ്തകത്തിലും അതുതന്നെയാണ് അവർ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്, അതുതന്നെയാണ് ആ പുസ്തകത്തിലും അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം. മഹാഭാരതത്തിൻ്റെ ഉദ്ദേശമാണ് എല്ലാ തരത്തിലും ക്ഷത്രിയർ വളരെ മോശമായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതായിരുന്നു മഹാഭാരത കഥയുടെ ഉദ്ദേശം. അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതൊക്കെ തന്നെയായിരുന്നു. ഇനി മറ്റൊരു വിഷയമായി പിന്നീട്